ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കാൻ നോക്കാം. അരി അളന്നെടുത്തു. ഈ അരിമണി പാത്രത്തിലേക്ക് വീഴുമ്പോഴുള്ള ശബ്ദം അതെനിക്കിഷ്ടമാണ്. കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. പിന്നെ വെള്ളവും വെച്ചു. ഇന്ന് ചപ്പാത്തിയാണ്. അത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിന്ന് ചപ്പാത്തി മതിയെന്ന്. ബാക്കി പണി കഴിയുമ്പോഴത്തേക്കും ചപ്പാത്തി മാവ് സെറ്റായിക്കോളും. ചപ്പാത്തി നല്ല സോഫ്റ്റും പരത്താൻ ഈസി ആവാൻ ഇതാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. കുക്കർ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്യും. പിന്നെ ഞാൻ മുട്ടയാണ് കേട്ടോ പുഴുങ്ങാൻ വെക്കണത്. മുട്ടയും ഞാൻ കുക്കറിൽ തന്നെയാണ് പുഴുങ്ങുക. അതപ്പോൾ വേഗം പുഴുങ്ങി കിട്ടും. പിന്നെ ഉപ്പേരിക്ക് നമ്മുടെ ഇവിടെ തൃശ്ശൂർ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കയ്പ്പക്കായും പയറും അഴുക്ക് പുരട്ടി രണ്ടുപേരും അടുത്തടുത്ത് മൂടി വെച്ചു കേട്ടോ, സമാധാനമായിട്ട് വേവട്ടെ. പിന്നെ അടുത്തത് കുറച്ച് മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കണത്. മാങ്ങ ചതച്ചെടുത്തു, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കുഴച്ചു. ഈ ചമ്മന്തി അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്കും. ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. നല്ല രസമുണ്ട്. ഇതാ എണീറ്റ് വന്നിരിക്കണ എൻ്റെ മോൻ. വന്ന വരവിൽ തന്നെ ചപ്പാത്തി മറിച്ചിലാണ് കേട്ടോ. ഇതൊക്കെ അവന് ഇഷ്ടമാണ് ചെയ്യാൻ. മുട്ട തൊണ്ട് കളയുക, ദോശ ചപ്പാത്തി മറിച്ചിടുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതവൻ ചെയ്യട്ടെ. എന്തായാലും അവൻ്റെ ഭാവിയിൽ അത് അവന് ഉപകാരം. ബ്രെഡും ജാമുമാണ് കേട്ടോ. വൈകുന്നേരത്തേക്ക് അവന് സ്നാക്കാണ്. എന്നാൽ അവന് സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ അത് അവൻ അതിലേക്ക് ആക്കുകയാണ്. അതൊക്കെ അവൻ സ്വന്തമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. രാവിലത്തേക്ക് പഴമാണ്, നേന്ത്രപ്പഴം. ദോശ തട്ടിൽ വെച്ചിട്ട് ചെറുതായി മുറിച്ച് നെയ്യിൽ പുരട്ടി ഒന്ന് ചൂടാക്കി എടുത്താൽ സ്നാക്ക് റെഡി. മാങ്ങ ചമ്മന്തി ആക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മേൻ്റെ പുതിയ റെസിപ്പി. ഇനി ഞാൻ കുറച്ച് എനിക്ക് ഇട്ടു, കാരണം അവന് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. ക്ലാസ്സിലെല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അപ്പം ഞാൻ വളരെ കുറച്ചെടുത്ത് ബാക്കി അവനാക്കി കൊടുത്തു. ഇനി കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉപ്പേരി എന്നും പറയും, അതാണ് ചോറിലേക്ക് ആക്കുന്നത്. അതെനിക്ക് മാത്രം മതി, അതവന് വേണ്ട. അതവന് എന്തോ ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. അപ്പം ഞാനത് കൊടുത്തു വിട്ടില്ല. മെഴുക്ക് പുരട്ടി എനിക്ക് മാത്രമാക്കി പാത്രം അടച്ചു. ഇനി ഓറഞ്ച്, നമ്മുടെ ഓറഞ്ച് കുട്ടൻ ക്യാരറ്റിനെ പാത്രത്തിലേക്ക് ആക്കുകയാണ്. കറി ഞാൻ സെപ്പറേറ്റ് പാത്രത്തിലാണ് ആക്കി കൊടുക്കാറുള്ളത്. ചപ്പാത്തി മുട്ടക്കറിയും പ്ലേറ്റിലാക്കി കൊടുത്തു. ഇതാണ് എൻ്റെ അമ്മേൻ്റെ റെസിപ്പി. നല്ല കിടിലൻ ചപ്പാത്തി. ചപ്പാത്തി മാത്രാണോ? നോക്കിക്കോ. ലഞ്ച് സ്നാക്സ് ഓൾ സെറ്റ്. പിന്നെ ഞാൻ റെഡിയാവാൻ പോയി. എൻ്റെ റെഡിയായി കഴിഞ്ഞു, ആദവിൻ്റെ റെഡിയായി കഴിഞ്ഞു. സ്കൂൾ ബസ്സിൽ കയറിയിട്ട്